എല്ലാവർക്കും യു എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം, ഒന്ന് റെസ്പോണ്ട് ചെയ്യണം എന്നിങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയുടെ ഹെഡിങ് റിലീജിയൻസ്, മൈ തോട്ട്സ് ആൻഡ് കോൺട്രഡിക്ഷൻസ്, അതായത് മതങ്ങൾ, എൻ്റെ ചിന്തകളും അതിലെ വൈരുദ്ധ്യങ്ങളും. ഈ ടോപ്പിക്കിനെ ആൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആൾ എവിടുന്നാണ് പഠിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ആദ്യത്തെ ഒരു 10 മിനിറ്റോളം സമയത്ത് പറയുന്നത്. അദ്ദേഹം ജെന്യുവിൻ ആയിക്കൊണ്ടാണോ ഈ ഒരു വിഷയത്തിന് അപ്രോച്ച് ചെയ്യുന്നത്, അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുള്ള രീതി ശരിയാണോ, അദ്ദേഹം പഠിച്ച രീതി ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. എന്നാൽ നമുക്ക് വ്യക്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ 1 hour 30 minutes വീഡിയോയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ബാക്കി റെസ്പോണ്ട് ചെയ്യാം. If you are too much religious or religious lunatic, then ഈ വീഡിയോ കാണുന്നില്ല. നിങ്ങൾക്കുള്ള വീഡിയോ അല്ലത്. ഇത് പറഞ്ഞില്ല എന്ന് പറയണ്ട. ഇത് കൺസിഡർ ദിസ് ആസ് എ വാർണിംഗ്. ഓക്കെ, നിങ്ങളത് കാണുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് ഒരു വാർണിങ്ങോട് കൂടിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു ടു മച്ച് റിലീജിയസ് ആണോ, നിങ്ങൾ മതം ഫോളോ ചെയ്യുന്ന ആളാണോ, ഒരു മതവിശ്വാസിയാണോ, എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ അല്ല അതെന്ന് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഒരു വാർണിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറയാം, ഒരു വാർണിംഗ്. കാരണം മതവിശ്വാസികൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത്, ആർ യു എ ബ്ലഡി എത്തിയസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കാണേണ്ട ആവശ്യമില്ല എന്ന് നമ്മളൊരിക്കലും പറയില്ല. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ 4-5 ആളുകൾ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. ഒരേ അഭിപ്രായമുള്ള ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾക്കും കാണാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നമ്മളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വരാം. സമയം നൽകിക്കൊണ്ട് നമ്മൾ നിങ്ങളുമായിട്ട് ആ വിഷയം സംസാരിക്കുന്നതാണ്. അൺമാസ്കിംഗ് അനോമലീസ് ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ യു ഗൈസ്, ഓൾവേസ് വെൽക്കംസ് യു. ചെയ്താലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്താലോ അതിനെക്കുറിച്ച് എഴുതിയാൽ എല്ലാം നമ്മളിങ്ങനെ കാണുന്നതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഉണ്ടാവും. പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നായിരിക്കും ആദ്യം. സുഹൃത്തെ എന്നൊക്കെ ആദ്യം പറയുന്ന, പിന്നെ കുറച്ച് അതിനെ തെറിയായിരിക്കും, അത് വേറെ. ഇവന് വല്ലതും അറിയോ, നീ വായിച്ചിട്ടുണ്ടോ, ഈ ബുക്കുകൾ വായിച്ചിട്ടുണ്ടോ, ഹോളി ബുക്സ്, ദൈവം എഴുതിയ ബുക്ക് നീ വായിച്ചിട്ടുണ്ടോ എന്നായിരിക്കും ഇവരുടെ മെയിൻ കൗണ്ടർ ആർഗ്യുമെന്റ്. ഏത്യസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രയാസമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മളത് കുറേ കേട്ടിട്ടുള്ള പ്രയാസം, പലപ്പോഴും പല സമയങ്ങളിലായിട്ട് പല ഏത്യസ്റ്റുകൾ ഈ ഒരു പ്രയാസം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ട്, അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് പല ആളുകളും കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കൂ. നിരീശ്വരവാദികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് പഠിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ അവരോട് പറയരുത്, പ്ലീസ്, ദയവായി പറയരുത്. ഇത്ര കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നിർത്തണം. കാരണം നിങ്ങളിങ്ങനെ പഠിച്ചിട്ട് വിമർശിക്കും എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. പല ആളുകളും പല സമയങ്ങളിലൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. വിമർശിക്കുന്നതിന് മുമ്പ് നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കൂ എന്ന് പറയുന്നത് നിങ്ങളൊരു ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. യൂസിങ് നമ്മുടെ അശ്വിൻ കോക്കില്ലേ, അശ്വിൻ കോക്ക് ഒരു സിനിമ മോശം പറഞ്ഞു. അപ്പോൾ അവനോട് ആദ്യം ചോദിക്കുന്നത്, സിനിമ എടുക്കാൻ അറിയോടാ നിനക്ക്, നീ എത്ര സിനിമ എടുത്തിട്ടുണ്ടാ, ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ അറിയോടാ, ക്യാമറ എവിടെ വെക്കണം എന്നറിയോടാ. ഇതാണ് അവരുടെ ആർഗ്യുമെന്റ്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് നമ്മൾ പറയുന്ന പഠിച്ചിട്ട് വിമർശിക്കും എന്ന് പറയുന്ന ഒരു കാര്യം അത് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഖുർആനെക്കുറിച്ച് വിമർശിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് പഠിച്ച ശേഷം മാത്രം വിമർശിക്കണം എന്നുള്ളതല്ല. നിങ്ങൾ വിമർശിക്കുന്ന കാര്യം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് വിമർശിക്കണം എന്നുണ്ടെങ്കിൽ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വിമർശിക്കുക. അല്ലാതെ ഈ പുസ്തകം മൊത്തം പഠിക്കണം നിങ്ങൾ പറയുന്നില്ല. ഒരു എക്സാമ്പിളായിട്ട് അർജൻറ്റീന പോർച്ചുഗൽ ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളൊരു ടീം നോക്കുമ്പോൾ ആ ടീമിൽ ഇങ്ങനെ പാസിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ഗോൾ ചാൻസസ് മിസ് ചെയ്യുന്നുണ്ട്, ബാക്ക് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ നിങ്ങൾ വിമർശിക്കണം, പക്ഷേ ഇവരെന്ത് കളിയാണ് കളിക്കുന്നത്, എത്ര ചാൻസാണ് മിസ് ചെയ്യുന്നത്, പാസിംഗ് ഒന്നും പ്രോപ്പറല്ല, ഇങ്ങനെ വിമർശിക്കണം നിങ്ങൾ. അപ്പോൾ ഒരുത്തം വന്ന് പറയുകയാണ്, എടാ നീ റൊണാൾഡോയെ പോലെ കളിക്കൂടാ, നീ മെസ്സിയെ പോലെ കളിക്കൂടാ, നീ കളി പഠിച്ച ശേഷം നീ വിമർശിക്ക്. ഇതല്ല നമ്മൾ പറയുന്നത്. ഈ അശ്വന്ത് കോക്കിനോട് നിനക്ക് എഡിറ്റിംഗ് അറിയോടാ, നിനക്ക് സിനിമ എടുക്കാൻ അറിയോടാ എന്നിട്ട് വിമർശിക്കുന്ന പറയുന്ന പോലെയല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വിമർശിക്കുന്ന കാര്യം, ആ ഫുട്ബോൾ കളി വിമർശിക്കുന്ന സമയത്ത് ആ ഫുട്ബോൾ കളിയുടെ നിയമങ്ങളെക്കുറിച്ചും അത് വർക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു അണ്ടക്കടാഹം മൊത്തം പഠിച്ച് മാത്രമേ നിങ്ങൾക്ക് വിമർശിക്കാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മളുടെ വാദമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഇനി അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചിട്ട് വാ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് എ ലോജിക് ഈസ് ദാറ്റ്? എനിക്കത് മാത്രം മനസ്സിലാവില്ല. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എല്ലാം പഠിച്ച ശേഷം മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളതാണ്. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് നിങ്ങൾ വിമർശിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് നോളജ് ഉണ്ടാവണം, നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ അത് ലോജിക്കലാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും, ഒരു കുഴപ്പമില്ല. അതിൽ ഒന്ന്, യു കനോട്ട് ജഡ്ജ് വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെക്കുറിച്ച് നിഗമനത്തിലെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ഇഗ്നോറൻസ് ലീഡ്സ് ടു റോങ് കൺക്ലൂഷൻ. അതായത് അറിവില്ലായ്മ തെറ്റായ ഈ കൺക്ലൂഷനിലേക്ക് നയിക്കും. ഒന്ന്, കൺക്ലൂഷന് നിങ്ങൾ കിട്ടില്ല, പ്രയാസമാണ്. രണ്ടാമത് കിട്ടിയതാണ് തന്നെ അത് ഒരു റോങ് ആയിട്ടുള്ള കൺക്ലൂഷനായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തായിട്ട് പറയുന്നത്, ക്രിറ്റിസിസം വിത്തൗട്ട് സ്റ്റഡീസ് ലോജിക്കലി ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്. അതായത് പഠിക്കാതെയുള്ള വിമർശനം എന്ന് പറയുന്നത് ഒട്ടും ലോജിക്കലല്ല എന്നുള്ളതാണ് പറയുന്നത്. ഡാറ്റ, അണ്ടർസ്റ്റാൻഡിങ്, റീസണിങ്, ഈ 3 കാര്യങ്ങളും കൂടിച്ചേർന്നതാണ് ഒരു വാലിഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം. നമ്മളിവിടെ ആകെ 3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പഠിക്കാതെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. മോണിറ്ററി പർപ്പസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ജോലിയായിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു വരുമാനം കിട്ടുന്നില്ലെങ്കിൽ, ഐ ഡോണ്ട് തിങ്ക് നോട്ട് എനിബഡി, മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വിൽ നോട്ട് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ട്? അതായത് പൂജാരി എടുത്തോ, പള്ളിയിൽ വെച്ചെടുത്തോ, മറ്റേ തൊപ്പി വെച്ച് നടക്കുന്ന ആൾക്കാരെടുത്തോ, ഇവരെല്ലാവർക്കും ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ റിലീജിയൻ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രസംഗിക്കാൻ പോവുക, പൂജ കഴിക്കാൻ പോവുക, ഓരോ ഇങ്ങനത്തെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് വരുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മോണിറ്ററി പർപ്പസ് എന്നുള്ള സംഭവം, ഈ പൈസ കിട്ടും, ഈ റിലീജിയൻ പഠിച്ച്, ഇത് കാണാപ്പാടം പഠിച്ച് 20ാമത്തെ പേജിൽ 10ാമത്തെ വാക്യത്തിൽ എന്ത് പറഞ്ഞു ദൈവം എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ല. അവർക്ക് ഇതൊക്കെ കാണാപ്പാടം എന്തുകൂടെ അറിയുന്നത്? അവർക്ക് ഇതൊരു പൈസ കിട്ടുന്ന ഒരു കാര്യമാണ്. സെയിം ഗോസ് ടു ദിസ് യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, റിലീജിയസ് ഇൻഫ്ലുവൻസേഴ്സ്. അതെ, അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. ഈ കാണുന്ന മൊല്ലാക്കമാരെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അതിന് വരുമാനം കിട്ടുന്നുണ്ടെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു പരിപാടിയോട് നടക്കുന്നത്. യൂട്യൂബ് എപ്പോൾ നിർത്തി ഈ വരുമാനം കൊടുക്കില്ല, അന്ന് നിർത്തി പോകും. കാരണം പണിയെടുക്കാതെ വിയർക്കാതെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പ പണിയാണ് ഇത്. അതിന് അങ്ങനെ കാണുന്നത് എന്നുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നിരീശ്വരവാദ ആ ഒരു ഐഡിയോളജിയിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം ഒരു സംശയവുമില്ല, അത് കറക്റ്റാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ളത് ഒരു ഭൗതിക ലോകം മാത്രം, ഈ ലോകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലോകത്തിൽ പരമാവധി ആസ്വദിക്കുക, പരമാവധി പൈസ ഉണ്ടാക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ മോണിറ്റൈസ് ചെയ്യാതെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാനൽ കണ്ടോ, ഒരുപാട് ചാനലുകൾ. നമ്മുടെ ചാനലടക്കം നമ്മൾ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ്, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വരുമാനം അവിടുന്ന് കിട്ടുന്നു, നമ്മളങ്ങനെ ജീവിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകത്തുള്ള ഇത്തരത്തിലുള്ള വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളത് ചെയ്ത് നമ്മുടെ ആഫ്റ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേറൊരു ലോകം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ഒരു വിചാരണ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം അത് അള്ളാഹു വിചാരണ ദിവസം നമുക്ക് പരലോക ജീവിതത്തിൽ നൽകുമെന്നുള്ളത് പരിപൂർണമായ വിശ്വാസത്തിലും ആ ഒരു പ്രതീക്ഷയിലുമാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു നമുക്ക് നമ്മളെ പ്രവൃത്തികൾക്ക് നല്ല രീതിയിലുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇദ്ദേഹം കണ്ട വീഡിയോസ് മുഴുവനും ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളായിട്ടുള്ള ഏത്യസ്റ്റുകളായ ആളുകളുടെ ചാനലുകളും അവരുടെ പ്രസംഗങ്ങളുമാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചിന്ത അങ്ങനെ വരുള്ളൂ. കാരണം അവർ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാത്ത ആളുകളും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലാതെയും ആളുകൾ യൂട്യൂബ് റൺ ചെയ്യുന്നുണ്ട്, അല്ലാതെയും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പണപ്പാടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ആർ യു എഫിഷ്യൻറ്റ് ഇൻ ദിസ് ഹോളി ബുക്ക്? അത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയോ, ഫുള്ളായിട്ട് കാണാപ്പാട് അറിയോ? പറയാം എനിക്കറിയാം, എന്തുകൊണ്ട് ചോദിച്ചോ എന്നിട്ട് പറയും. നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. പണ്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ പോലെ ബുക്കൊക്കെ വായിച്ച് കാണാപ്പാടൊക്കെ വന്ന് ഇതിനെ തർക്കിക്കാൻ ആ പോയിന്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ. അപ്പം നിങ്ങൾ ഇതിപ്പോൾ ഒന്നും എളുപ്പമാണ്. ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അതിൽ കൗണ്ടർ ആർഗ്യുമെൻറ്റ് വേണം, അതിൻ്റെ ഒരു വേഴ്സ് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അപ്പോൾ അതിലിപ്പോൾ ഈ ബുക്ക് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി പറഞ്ഞു വന്നു. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് പണ്ടത്തെ പോലെ നമുക്ക് പുസ്തകങ്ങൾ വായിക്കുക അതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഖുർആൻ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ ഖുർആൻ വായിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ സയൻസിനെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സയൻസ് ബുക്ക് എടുത്തിട്ട് വായിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. അല്ലെങ്കിൽ
പഠിച്ചിട്ടുള്ള ആളുകൾ അത്തരം ആളുകളിൽ നിന്ന് പോയിട്ട് പഠിക്കുക, ഒരു ടീച്ചറിനെ സമീപിച്ചിട്ട് ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുക, അതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു വിഷയത്തിനെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എയോട് ചോദിച്ചു നോക്കുക, AI ആർ യു എഫിഷ്യൻറ്റ് ഇൻ ദാറ്റ് റിലീജിയൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ AI മൊത്ത സാധനം യെസ് ഞാൻ എഫിഷ്യൻ്റ് ആണ്, ചോദിച്ചു എന്ന് ചോദിച്ചു, ഒരു കുഴപ്പമില്ല, ഞാൻ എന്തും പറഞ്ഞുതരാം, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന പറയണത്. AIയോട് ആർ യു എഫിഷ്യൻറ്റ് ഇൻ ഖുർആൻ എന്ന് ചോദിച്ചു നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം, എന്താണ് ആർ യു എഫിഷ്യൻറ്റ് ഇൻ ഖുർആൻ? നോക്കാം എന്താണ് പറയുന്നുള്ളത്. യെസ്, അതെ, ഐ ക്യാൻ ഹെൽപ്പ് വിത്ത് ഖുർആൻ ഇൻ മെനി വേസ്. എനിക്ക് ഖുർആൻ പല രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കും, അത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ്. യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഐ ക്യാൻ ഹെൽപ്പ് വിത്ത് എന്നൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഐ കനോട്ട് ഡു, എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണ് പറയുന്നത്? ക്രിയേറ്റ് എ ന്യൂ ഇൻ്റർപ്രിറ്റേഷൻസ് നോട്ട് ഫൗണ്ട് ഇൻ തഫ്സീർ, ഓക്കെ, ഇഷ്യൂസ് ഫത്വാസ് ബേസ്ഡ് ഓൺ ഖുർആൻ വേഴ്സസ്. ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിട്ടുള്ള റീപ്ലേസ് എ ക്വാളിഫൈഡ് സ്കോളർ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ ആരെക്കൊണ്ട് സാധിക്കില്ല? ചാറ്റ് GPT കൊണ്ട് സാധിക്കില്ല എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ്റ് GPTയോട് നമ്മൾ ഖുർആനിൽ എഫിഷ്യൻ്റ് ആണെന്ന് ചോദിച്ചല്ലോ, അപ്പോൾ എന്താ ഉത്തരം പറഞ്ഞത്? യെസ്, അതെ, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. പക്ഷേ സ്കോളേഴ്സിനെ പോലെ പറഞ്ഞു തരാൻ സാധിക്കില്ല, ഐ കനോട്ട് റീപ്ലേസ് എ സ്കോളർ, ബട്ട് എന്നാലും ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞു തരാനൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ചാറ്റ് GPT പറഞ്ഞല്ലോ. ഞാൻ പണ്ട് ചാറ്റ് GPTയോട് സൂറത്ത് ത്വാഹക്കകത്ത് ഫറോവ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നൊരു ചോദ്യം, അതൊന്ന് പെട്ടെന്ന് ആ ഒരു വചനം എടുത്തു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെനിക്ക് കിട്ടിയ ഉത്തരം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ. ഫഖാല ലഹു ഫിർഔന മൻ റബ്ബുൽ ആലമീൻ. ഫിർഔൻ ചോദിച്ചു, മൻ റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ് ആരാണ് എന്ന് ഫിർഔൻ ചോദിച്ചു. ഇതാണ് തന്ന വചനം. അപ്പോൾ ഉത്തരം പറയുന്നതായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖാല റബ്ബുന അല്ലദി അഅ്തഅ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഫിർഔൻ ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ചോദിച്ചത് എന്താണ്? ഫിർഔൻ ചോദിച്ച ക്വസ്റ്റ്യൻ തരാൻ പറഞ്ഞത്. ഫിർഔൻ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സൂറത്ത് ത്വാഹയിൽ കാണാൻ സാധിക്കുമോ? ഫഖാല ലഹു ഫിർഔൻ മൻ റബ്ബുൽ ആലമീൻ. ഈ ക്വസ്റ്റ്യൻ സൂറത്ത് ത്വാഹയിലെ 49-ാമത്തെ വചനത്തിലുണ്ടോ? നമുക്കറിയുന്നൊരു കാര്യമാണ്, ഖുർആൻ മെമ്മറൈസ് ചെയ്യപ്പെട്ട കാര്യമാണ്. ഖുർആൻ പല ആളുകളും കാണാതെ പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഖുർആൻ്റെ അകത്ത് ഒരു കള്ള വചനം, ഒരു തെറ്റായിട്ടുള്ള വചനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും എനിക്ക് സൂറത്ത് കാണാതെ അറിയുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് എനിക്ക് ആ ഒരു സാധനം കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു, ഇത് താഴെ കൊടുത്ത ആയത് തെറ്റാണ്, അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ള തരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും താങ്ക്സ് ഫോർ പോയിൻറ്റിങ് ദാറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ലെറ്റ് മീ ഗിവ് യു ദ എക്സാക്ട് ആൻഡ് കറക്റ്റ് വേർഡിങ് ഓഫ് ദി വേഴ്സസ് ഫ്രം സൂറത്ത് ത്വാഹ 20:40-9:50 എന്ന് പറഞ്ഞിട്ട് വീണ്ടും തന്നത് സെയിം ആയത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതാണ് ചാറ്റ് GPTയുടെ അവസ്ഥ എന്നുള്ളത്. ഖുർആനിൽ എക്സ്പേർട്ടാണ്, യെസ് ഐ എം എക്സ്പേർട്ട്, ഐ എം എഫിഷ്യൻറ്റ് എന്ന് ഉത്തരം തന്നിട്ടുള്ള അതേ ചാറ്റ് GPT തന്നെയാണ് ഖുർആനിലൊരു വചനം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തെറ്റായി തന്നിട്ടുള്ളത്. ഇത് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ സംഭവമല്ല. അല്ല ചാറ്റ് GPTയോട് പോയിട്ട് ഇങ്ങനെ ഖുർആനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരിപൂർണ്ണമായിട്ട് ഖുർആനിലെ വചനങ്ങൾ പോലും കറക്റ്റ് എടുത്തു തരുന്നില്ല എന്നുള്ളതാണ്. വായനാശീലം വളർത്താൻ ശ്രമിക്കുക. വായനാശീലം മോശം കാര്യമല്ല, വായിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം. വായനാശീലം വളർത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ അത് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പോയി പഠിക്കാനും ശ്രമിക്കുക. നമ്മൾ പറഞ്ഞ കാര്യം ചാറ്റ് GPT പോലുള്ള AI ടൂൾസ് അത് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതല്ല. നമ്മൾ ആദ്യം ഈ ചാറ്റ് GPT പോലുള്ള AI ടൂൾസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് അറിഞ്ഞിരിക്കണം. ചുമ്മാ കുറേ വിമർശനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാറ്റ് GPTയിൽ കയറി കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് വിമർശനങ്ങൾ തരൂ എന്ന് പറയുന്നതല്ല. അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത്. ചില വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സോഴ്സുകൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും ആ ഇൻഫർമേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് വളരെ വലിയ ടെക്നോളജിയാണ്, തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ഒരു അതോറിറ്റി ആയിട്ട്, ഒരു തെറ്റും പറ്റാത്ത അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ നിൽക്കരുത്. ഒരു സോറി പറയാണ്. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ചാറ്റ് GPT എന്ന് പറയുന്ന സമയത്ത് മനസ്സിലിങ്ങനെ മറ്റു ചില കഥകളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ചാറ്റ് GPTയുമായിട്ട് തല്ലുകൂടാൻ പോയ കഥകളൊക്കെ, ധൈര്യം ഉണ്ടെങ്കിൽ ഡിബേറ്റിന് പാടാന്നൊക്കെ പറഞ്ഞ്, അതുപോട്ടെ, അത് വേറെ കുറെ കോമഡികൾ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആ ഒരു സീൻ ഇങ്ങനെ ആലോചിച്ച സമയത്താണ് എനിക്ക് വേറെ ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് നമ്മൾ എപ്പോഴും ഇത്തരം ഏത് വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇൻഫർമേഷൻ എടുക്കുന്ന സമയത്ത്, ആ ഇൻഫർമേഷൻ എടുക്കുന്ന സോഴ്സ്
അത് അറിവുള്ളതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട് തരത്തിലുള്ള ജാഹിലുകളെ കുറിച്ച്, അതായത് രണ്ട് തരത്തിലുള്ള അറിവില്ലാത്ത ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ജാഹില് ബസീത്താണ്, അതായത് ചില ആളുകൾ അവർക്ക് അറിവില്ല, പക്ഷെ അവർക്ക് തന്നെ അറിയാം അവർക്ക് അറിയില്ല എന്നുള്ളത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരാൾ നമ്മളോടൊന്ന് പറയാണ്, എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല, പഠിപ്പിച്ചു തരണം. അപ്പൊ അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അറിവില്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അതൊരു പ്രശ്നമില്ലാത്ത ഒരു ഇഗ്നോറൻസ് ആണ്, അല്ലെ? ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് എല്ലാവരും സംഭവിക്കുന്നതാണ്. നമ്മൾ ആരും ജനിച്ച ഉടനെ കംപ്ലീറ്റ് നോളജുമായി വന്ന ആൾക്കാരൊന്നും നമുക്ക് പലതും അറിയാത്ത ആൾക്കാരാണ്. നമുക്കൊരു ബോധ്യം വേണം, നമുക്കത് അറിയില്ല എന്നൊരു ബോധ്യം വേണം. അപ്പൊ അങ്ങനെ ബോധ്യമുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിക്കുള്ളൂ? പഠിക്കാനൊരു ത്വര ഉണ്ടാവുള്ളൂ. പഠിക്കാനായിട്ട് അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുള്ളൂ, അവരെ പഠിക്കാനുള്ള സോഴ്സ് അന്വേഷിച്ച് പോകുള്ളൂ. രണ്ടാമത്തെ തരം ജാഹിലുകൾ, അവരെ വിളിക്കാറുള്ളത് ജാഹിൽ മുറക്കബ് എന്നാണ്. കോമ്പൗണ്ട് ഇഗ്നോറൻസ് എന്നാണ് ഇംഗ്ലീഷ് പറയാറുള്ളത്. അവർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല, പക്ഷെ അവർ വിചാരം, എനിക്ക് എല്ലാം അറിയാം, എന്ത് വലിയ സംഭവമാണ്, ഇല്ല പഠിച്ചിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ചു നടക്കുന്ന കുറെ ആൾക്കാർ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവൂലേ? അതന്നെ, ചില ആൾക്കാരുണ്ട്, അവരൊക്കെ തന്നെയാണ്. കാരണം ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവരൊരിക്കലും പഠിക്കാൻ ശ്രമിക്കില്ല. ഓൾറെഡി ഇല്ല അറിവുണ്ടല്ലോ, പിന്നെ എന്തിനാ പഠിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സോഴ്സ് അത് ഈ പറഞ്ഞ ജാഹിൽ മുറക്കബാണെങ്കിൽ എന്താ അവസ്ഥ? അതായത് അവരെന്നെ ഒന്നും അറിയാത്ത ആൾക്കാരാണ്, പക്ഷെ വലിയ അറിവുള്ള ആൾക്കാരായിട്ട് നടിച്ചു നടക്കുകയാണ്, സ്വയം വിചാരിച്ചു നടക്കുന്ന ആൾക്കാരാണ്. അവരൊന്നും പഠിക്കാറില്ല, ഒന്നുമില്ല. കാരണം അവർക്കെല്ലാം അറിയുന്നുണ്ട്, എല്ലാം തകഞ്ഞ എന്ന രീതിയിൽ നടക്കുന്ന ആൾക്കാരാണ്. അവരിൽ പോയിട്ട് അവരുടെ അടുത്തുനിന്ന് പോയിട്ട് നമ്മൾ ഇൻഫർമേഷൻ എടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മൾ ഏതൊരു ജാഹിലായിട്ടാണ് മാറുക? നമ്മള് ജാഹിലിന്റെ അടിത്തട്ടിലേക്ക് പോകും. കാരണം നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷന് ജാഹിൽ മുറക്കബ് എന്നാണ്. ഇത്തരം ആളുകളിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഒരിക്കലും എടുക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത് ഒരു കാര്യം. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വ്യക്തി പറയുന്ന ഒരു കാര്യമാണ് ആരിഫ് ഹുസൈൻ എന്ന്. ആരിഫ് ഹുസൈൻ ജാഹിൽ മുറക്കബല്ല, അതിന്റെ മൂത്താപ്പയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒരു കുന്തും അറിയില്ല, പക്ഷെ എല്ലാം അറിയുന്നവരായിട്ട് നടിച്ച് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചടക്കുന്ന, വരുമാനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുത്തൻ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരിക്കലും ഇൻഫർമേഷൻ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പഠിക്കണം എന്നുണ്ടെങ്കിൽ സോഴ്സ് പഠിക്കാൻ ശ്രമിക്കുക, പഠിച്ച ആൾക്കാർ ഇത് പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വ്യക്തി തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഈ 1 മണിക്കൂർ 43 മിനിറ്റോളമുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആള് പഠിച്ചത് വെറും ഒരാഴ്ചയോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളോ മാത്രമാണ്. ഇതാണ് തന്നെ പറയുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചാൽ മതി, ചാറ്റ്ജിപിറ്റി പറഞ്ഞിരുന്നാണ് പറഞ്ഞത്. ജെന്യുവിൻ ആയിട്ടല്ല ആൾ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, ജെന്യുവിൻ ആയിട്ടല്ല ആൾ പഠിച്ചിട്ടുള്ളത്, വിമർശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അത് മാത്രമല്ല, ഈ ഒരാഴ്ച കൊണ്ട് അദ്ദേഹം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടുള്ള കുറെ വിമർശനങ്ങൾ, ആ വിമർശനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മറുപടി കൊടുത്തത് കൂടിയാണ്. അപ്പൊ ജെന്യുവൻ അല്ലാത്തൊരു വിമർശനങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇദ്ദേഹം ചെയ്തിട്ടുള്ള വീഡിയോന്റെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം, ഫുൾ ആഘോഷമാണ്, എത്തിയസ്റ്റുകളുടെ ആഘോഷ പരിപാടികളാണ്. അപ്പോൾ ആ ഒരു കമൻറ്റിൻ്റെ അകത്ത് കണ്ട ഒരു കമൻറ്റ്, അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. അതോടുകൂടി നമുക്ക് നിർത്താം. കാരണം ഈ ഒരു കമൻറ്റാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രേരകമായതെന്നുള്ളതാണ്. സ്കൈ ഡാഡി ബിലീവേഴ്സ് ഇൻ ദി കമൻറ്റ്സ്. നമുക്ക് പറയാനുള്ളത്, ബെറ്റർ ടു ബിലീവ് ഇൻ എ ഡാഡി ദാൻ ബിലീവിങ് ഇൻ നോ ഡാഡി. ഓക്കെ,